ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം എന്ത് വലിയ സന്തോഷമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഒത്തിരി ദുഃഖങ്ങൾ ഒളിപ്പിച്ച് നടക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇമോഷണലായിട്ട് എന്തെങ്കിലും തളർന്ന അവസ്ഥയാണെങ്കിൽ അവരെ എങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാം, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു. അതായത് നിങ്ങളുടെ വിഷമം അപ്പോൾ മാറ്റി വച്ചിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒരു എനർജിയിലുള്ള ആളാണ് നിങ്ങൾ. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദന പെട്ടെന്ന് മനസ്സിലാവും. അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് അവരുടെ വേദന മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രമാത്രം ഇമോഷണലാണ്. നിങ്ങളുടെ ആ ഒരു വേദന അപ്പോൾ നിങ്ങൾ മറന്നിട്ട് അവരുടെ വേദനയിൽ പങ്കുചേർന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ആരെങ്കിലും ഒരു ചതി കാണിച്ചാൽ ഈശ്വരൻ അവരോട് ഒരിക്കലും പൊറുക്കത്തില്ല. കാരണം അവരുടെ വേദന മാറ്റിവെച്ചാണ് മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല. ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ആ ഒരു വേദന അവർ ഉള്ളിൽ എപ്പോഴും ഒതുക്കി വയ്ക്കുന്നു, പുറത്ത് കാണിക്കാതെ. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ എന്തോ ഒരു വേദനയുണ്ട്. ആ ഒരു വേദനയുടെ ആഴം വളരെ ആഴത്തിൽ ഉള്ളതാണ്. അത് നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ആ ഒരു വേദനയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു വർക്ക് അതിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കും ഈ ഒരു വേദനയിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി. പക്ഷേ എന്നിട്ടും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓർമ്മ വീണ്ടും വരും. നിങ്ങൾ മാക്സിമം ശ്രമിക്കും അതിൽ നിന്ന് എങ്ങനെ ഞാൻ എൻ്റെ മൈൻഡിനെ മാറ്റാമെന്ന്. പക്ഷേ പറ്റുന്നില്ല നിങ്ങളെക്കൊണ്ട്. ഇവിടെ പ്രകൃതി പോലും നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ ആ ഒരു വേദനയിൽ നിന്ന് മാറുന്നില്ല. അതിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് നിങ്ങൾ. ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് ആ ഒരു രൂപത്തിലാണ് ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉള്ളിൽ അത്രമാത്രം വേദന വച്ചിട്ട് പുറത്തൊരു മുഖവുമായിട്ട്, അങ്ങനെ രണ്ട് മുഖങ്ങളായിട്ടാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ദൈവത്തിനോട് നിങ്ങളുടെ ആ ഒരു വേദന നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് ദൈവമേ, എനിക്കിപ്പോഴും ആ ഒരു വേദന ഉണ്ട്, അതിൽ നിന്ന് പുറത്തു വരുവാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ അത്രമാത്രം വേദന അനുഭവിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ വേദന നിങ്ങൾക്കല്ല വേറെ ആർക്കും അറിയത്തില്ല. കാരണം നിങ്ങൾ അത്രമാത്രം പുറമേ ഷോ ചെയ്യുകയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ വേദന ആർക്കും അറിയാതിരിക്കാൻ വേണ്ടി. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതേപോലൊരു വേദന ആർക്കും ഉണ്ടാവാതിരിക്കണമെന്നാണ്. ഇവിടെ നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്ന് ഓടി മാറുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനോട് പോരാടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരുടെയും നന്മയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നല്ലത് സംഭവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളെ ചതിച്ച ആൾക്കാർക്ക് ഉറപ്പായിട്ടും അവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലം ഉറപ്പായിട്ടും ലഭിക്കും. കാരണം നിങ്ങളോട് അത്ര വലിയ ചതിയാണ് അവർ ചെയ്തത്. ഇവിടെ വളരെ ആത്മാർത്ഥതയും സത്യസന്ധതയുമായിട്ടുള്ള ആളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ കൂടെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അവർ അനുഭവിക്കുക ചെയ്യും. അത് നിങ്ങൾ വിശ്വസിക്കൂ. ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട്. കാരണം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഏത് രീതിയിലാണ് തെറ്റ് ചെയ്തത്, ഏതറ്റം വരെ പോയി അവർ എന്നുള്ള കാര്യം ഈശ്വരൻ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട്. ഇവിടെ ആരാണോ നിങ്ങളെ ചതിച്ചത് അവർക്കും നേരിട്ട് ചതി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് അവർ ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് ആരോട് കയ്യിൽ നിന്ന് ചതി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ക്യാഷ് റിലേറ്റഡ് ആയിട്ട് അവരെ ആരോ തകർക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കും. കാരണം അവർ നിങ്ങളെ ചതിച്ചു, അവരെ ചതിക്കാൻ അതേപോലെ വേറൊരാൾ ശ്രമിക്കുന്നതായിട്ട്. ഇവർ ആർക്ക് വേണ്ടിയാണോ നിങ്ങളെ ചതിച്ചത് ആ വ്യക്തി തന്നെ ഇവരെ ചതിച്ചിട്ട് ഓടിക്കളയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വ്യക്തിയെ ചതിച്ചതിന് ശേഷം ഇവർക്ക് പിടി കൊടുക്കാതെ ഓടിക്കളയുന്നതായിട്ട്. നിങ്ങളുടെ മുന്നിൽ ഈ ഒരു റീഡിംഗ് ഉണ്ട്. ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. എപ്പോഴാണ് നിങ്ങളുടെ കൂടെ ഇത് നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ റീഡിംഗ് എടുത്ത് നോക്കുക. ഇതിൽ പറഞ്ഞ ഓരോ കാര്യവും നടക്കുന്നതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു വ്യക്തി ആർക്ക് വേണ്ടിയാണോ നിങ്ങളെ ചതിച്ചത് ആ വ്യക്തി ഇവരെ ചതിക്കാൻ പോവുകയാണ്. അതായത് ആ വ്യക്തി ഇവരുടെ കണ്ണ് തുറപ്പിക്കാൻ പോവുകയാണ്. ചതിച്ചതിന് ശേഷം ഇവർക്ക് പിടികൊടുക്കാതെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഓടിപ്പോവാൻ പോവുകയാണ് ആ വ്യക്തി. ഈ ഒരു ചതി കിട്ടിയതിന് ശേഷം ഇവർ ഹെർമിറ്റ് മോഡിൽ, അതായത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആർക്കും ഒരു മുഖഭാവമോ സംസാരമോ ഉണ്ടാവാതെ ഒറ്റപ്പെട്ട് ഇരിക്കുന്നതായിട്ട്. കാരണം ഇങ്ങനൊരു ചതി ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ.
അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ആഗ്രഹം നിങ്ങളോട് എന്ത് ചതിയാണോ ആരാണോ ചെയ്തത് അവരുടെ മേൽ ദൈവത്തിൻ്റെ ആ ഒരു ന്യായം ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആദ്യം നടക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ചില സമയം നിങ്ങൾ കരഞ്ഞ് ദൈവത്തിനോട് പറയും. ആ സമയം നിങ്ങൾ ചിലപ്പോൾ ശാപവാക്കുകൾ പറയും, അറിഞ്ഞോ അറിയാതെയോ. അത് ചിലപ്പോൾ ഫലിക്കാറുണ്ട്. കാരണം അത്രമാത്രം അനുഭവിച്ച ആളാണ് നിങ്ങൾ. ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചതി, ഒരു മോശം പാറ്റേൺ ഇനി നിങ്ങളുടെ കൂടെ ഒരിക്കലും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ന്യായത്തിൽ വിജയം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എപ്പോഴും ന്യായത്തിൻ്റെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കണം, അല്ലെങ്കിൽ കർമ്മ റിട്ടേൺ ഉണ്ടാവണം, അല്ല എങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുക, അങ്ങനെ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണ് മാറുന്നത്, അങ്ങനെയും നിങ്ങൾ ചിന്തിക്കുന്നു. ഒരേ സമയം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർ നിങ്ങളുടെ ആ ഒരു വിഷമത്തിന് കാരണമായിട്ടുള്ള ആൾക്കാരാണ്. കാരണം ചില ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ശാന്തി ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പല കാര്യങ്ങളിലും തടസ്സം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരാളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല നിങ്ങൾ എന്തുമാത്രം വേദനകളാണ് അനുഭവിച്ചത് എന്ന്. അത്രമാത്രം ഒരു വേദനയാണ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ ഒരു ജീവിതത്തിൽ. ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാകണമെന്നുമില്ല നിങ്ങളുടെ ആ ഒരു വേദന എന്താണെന്ന്. നിങ്ങളിങ്ങനെ ഉള്ളിൽ വേദന വച്ചിങ്ങനെ നടക്കുമ്പോൾ നിങ്ങളുടെ ഹെൽത്തിൽ അത് എഫക്റ്റ് ചെയ്യുന്നു. അതായത് ആവശ്യമില്ലാതെ ഓവർ തിങ്കിങ് എല്ലാം, ബി പിയോ നിങ്ങളുടെ ആ ഒരു പ്രഷർ കൂടുന്നത് കാരണം ഹൈ ബി പിയിലോട്ടോ അല്ലെങ്കിൽ ലോ ബി പിയിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഓവർ തിങ്കിങ് അങ്ങനെ ഒന്നും ചെയ്യരുത് നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ്റെ പവർ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില സമയം ഏതെങ്കിലും വ്യക്തിയുടെ ഭാഗത്ത് ചതി ലഭിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും ഇന്ന വ്യക്തി നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുകയാണ് എന്ന്. എന്തെങ്കിലും ഒരു സൈൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ വ്യക്തിയുടെ മെയിനായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ എത്രത്തോളം നിങ്ങളെ വിഷമിപ്പിക്കാമോ, എത്രത്തോളം നിങ്ങൾക്ക് സംഘർഷങ്ങൾ തരാമോ, എത്രത്തോളം നിങ്ങളുടെ ലൈഫ് സ്പോയിലാക്കാമോ, തടസ്സങ്ങൾ സൃഷ്ടിക്കാമോ, അതൊക്കെയാണ് ഈ വ്യക്തി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ എപ്പോഴും ഹെൽപ്ലെസ് ആക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാതിരിക്കുകയുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ളവർ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ കൂടെ ഈശ്വരൻ്റെ ശക്തിയുണ്ട്. ഈശ്വരൻ്റെ ആ ഒരു പവർ ഉള്ളത് കാരണം അവർക്ക് ഒന്നും നിങ്ങളെ ചെയ്യാൻ സാധിക്കത്തില്ല. ഇവരെത്ര തന്നെ നിങ്ങളെ തള്ളി താഴെയിടാൻ ശ്രമിച്ചാലും നിങ്ങൾ വീണ്ടും എണീച്ച് നിന്ന് പോരാടും. അങ്ങനെയുള്ള ഒരു ഊർജ്ജത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആ ഒരു ഫോക്കസ് നിങ്ങളുടെ ലക്ഷ്യത്തിലാണ് വച്ചേക്കുന്നത്. നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഫിനിക്സ് പക്ഷിയെ പോലെയാണ്. ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ആ ഫിനിക്സ് പക്ഷി മുകളിലോട്ട് തന്നെ ഉയർന്നുകൊണ്ടിരിക്കും തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്. അതേപോലെയാണ് നിങ്ങളും. ഇവിടെ ചില ആൾക്കാരോട് കുറച്ചൊന്ന് അവെയറായിട്ടിരിക്കണം നിങ്ങൾ. കാരണം അവരുടെ മുഖംമൂടി നിങ്ങളുടെ മുന്നിൽ വരുവാൻ പോവുകയാണ്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും അവർ ഇങ്ങനെ ചെയ്യുമോ എന്ന് നിങ്ങൾ അപ്പോൾ ചിന്തിക്കും. ചില ആൾക്കാർക്ക് നിങ്ങളുടെ പൈസയിലാണ് കണ്ണ്. അപ്പോൾ ആ ഒരു കാര്യവും പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു ഈ വഴക്കോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു ശാന്തിപൂർണ്ണമായിട്ടുള്ള ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ശത്രുക്കളോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ സന്തോഷകരമായിട്ടുള്ള ശാന്തിപൂർണ്ണമായിട്ടുള്ള ലൈഫ്, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത ഒരു വ്യക്തി നിങ്ങളോടുകൂടെ അന്യായം ചെയ്യുന്നതിൽ നിന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർക്കും തിരിച്ച് അതേപോലെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും കർമ്മഫലം ലഭിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി എന്താ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളോട് ആദ്യം തെറ്റ് ചെയ്തു, നിങ്ങളത് സഹിച്ചു. വീണ്ടും തെറ്റ് ചെയ്തു, നിങ്ങളതും സഹിച്ചു. അതായത് അവർക്ക് തന്നെ തോന്നുകയാണ് നിങ്ങൾ മനുഷ്യനാണോ അതോ മണ്ണുകൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും വസ്തുവാണോ. എത്ര ഇവർ ആക്രമിച്ചിട്ടും നിങ്ങളതെല്ലാം സഹിച്ചിരിക്കുന്നു. തിരിച്ചങ്ങോട്ട് ഒരു ആക്രമണവും നടത്തുന്നില്ല. അങ്ങനെ ഉള്ള ഒരു അതായത് എത്രത്തോളം സഹിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ എല്ലാ ഇതും നിങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ബൗണ്ടറി സെറ്റാക്കിക്കൂടാ? ഇവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കയറാൻ ഒരു വഴി നിങ്ങൾ കൊടുക്കാതിരുന്നാൽ മതിയല്ലോ. പിന്നെ ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ കയറി കളിക്കത്തില്ലല്ലോ. ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ചില വ്യക്തികളെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വരേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്.
അതായത് ഈ വ്യക്തി കളിക്കുന്ന കളി അങ്ങനെയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആൾക്കാരെ ചിലപ്പോൾ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വരിക. അങ്ങനെയുള്ള ഒരു കളി. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ഒരിത് വരും നിങ്ങൾ. ഇവിടെ ഈ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഈ വ്യക്തികളെ വിട്ടുകൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു ശാന്തി ഇവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇവരിങ്ങനെ നിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ആ ഒരു വിട്ടുകൊടുക്കുന്നത് വരെ ഇവരിങ്ങനെ നിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ. ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഈശോൻ്റെ ഭാഗത്തുനിന്ന് ജസ്റ്റിസാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആരാണ് ഇത്രയും തരം താഴ്ന്ന രീതിയിലുള്ള കളികൾ കളിക്കുന്നത് അവർക്ക് ഈശോൻ ഉറപ്പായിട്ടും ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്താൽ പിന്നെ ഈശോൻ ഒരിക്കലും സഹിക്കത്തില്ല. അതായത് ഇനി ഒരു വ്യക്തിയോട് ഈ വ്യക്തി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ ആയിരിക്കും ഇവർക്ക് ശിക്ഷ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഇവിടെ ശിക്ഷ ലഭിക്കുമ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലാകുന്നത് ഈ ഒരു കാര്യത്തിൽ ഒരു റിക്കവറി എനിക്ക് ഉണ്ടാവത്തില്ല എന്ന്. ഇവിടെ അവസരങ്ങൾ ഒത്തിരി ദൈവം ഇവർക്ക് കൊടുത്തു. പക്ഷേ ആ ഒരു അവസരം ഇവർ നല്ല രീതിയിൽ വിനിയോഗിക്കാതെ മോശം രീതിയിലാണ് വിനിയോഗിച്ചത്. ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചു, മറ്റൊരു വ്യക്തി നിങ്ങളെ ഹെൽപ്ലെസ് ആക്കാൻ ശ്രമിച്ചു. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷത്തെ തകർക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങളെ ഹെൽപ്ലെസ് ആക്കുക. വളരെ മോശമായിട്ടുള്ള സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ചില ആൾക്കാരെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വരിക. അങ്ങനെയും ചില ആൾക്കാർ ശ്രമിക്കുന്നു. അപ്പോൾ 3 രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റത്തെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ലൈഫ് ജീവിക്കാൻ ആഗ്രഹമില്ല. ശാന്തിപൂർണ്ണമായിട്ടുള്ള ലൈഫ്, ഒരു ശത്രുക്കളില്ലാത്ത ശാന്തിപൂർണ്ണമായിട്ടുള്ള ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈശോ പറയുന്നത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ അത് പൂർണ്ണമാകുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ ചില സമയം നെഗറ്റിവിറ്റി അവസാനിപ്പിക്കാൻ വേണ്ടി പോസിറ്റിവിറ്റിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നെഗറ്റിവിറ്റി എപ്പോഴാണോ വരുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഉപ്പെടുക്കുക. എന്നിട്ട് 2 കയ്യിലും ഉപ്പ് വച്ചിട്ട് ഇറുക്കി പിടിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി എല്ലാം ആ ഉപ്പിൽ വരികയും അത് നമ്മൾ ഫ്ലഷ് ഔട്ട് ആകുമ്പോൾ ആ നെഗറ്റിവിറ്റി ഇല്ലാതാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കല്ലുപ്പാണെങ്കിൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ വീട്ടിലെ ഉപ്പായാലും കുഴപ്പമില്ല. കുറച്ച് ഉപ്പ് കയ്യിൽ അടച്ച് പിടിക്കുക. എൻ്റെ ഉള്ളിലുള്ള ആ നെഗറ്റിവിറ്റി എല്ലാം ആ ഒരു ഉപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ആ കൈ ഒന്ന് കഴുകിക്കളയുക അല്ലെങ്കിൽ ഫ്ലഷ് ഔട്ട് ചെയ്യുക. 5 മിനിറ്റെങ്കിലും നിങ്ങൾ ആ കയ്യിൽ ഉപ്പ് വയ്ക്കണം കേട്ടോ. ഇത് ഞാൻ എപ്പോഴും പറയും, ദക്ഷിണ പശ്ചിമ കോണിൽ ഒരു നമ്മളെ ചീനക്കാരം എന്ന് പറയും, ആലോ എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു പീസ് ഗ്ലാസിൻ്റെ ആ ഒരു പാത്രമുണ്ടെങ്കിൽ, ഗ്ലാസ് ആയാലും മതി, ഐസ്ക്രീം ബോളായാലും മതി, അതിൽ ആ ഒരു ആലം അല്ലെങ്കിൽ ചീനക്കാരം ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. ഇനി ആലം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചീനക്കാരം കിട്ടാത്തവർക്ക് കുറച്ച് കവറിൽ കുറച്ച് ഉപ്പ് കെട്ടി ഈ ദക്ഷിണ പശ്ചിമ കോണിൽ വച്ചാലും മതി. ഇത് വച്ചിട്ട് 10 ദിവസം കഴിയുമ്പോൾ എടുത്ത് കളയുക. വീണ്ടും അതേപോലെ വയ്ക്കുക. 10 ദിവസം കൂടുമ്പോൾ മാറ്റുക. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി വരുന്നത് കുറയുന്നതാണ്. കാരണം ദക്ഷിണ പശ്ചിമ കോണെന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക്, നെഗറ്റിവിറ്റിയുടെ ആ ഒരു പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന കോണാണ്. അപ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ വയ്ക്കുമ്പോൾ നമ്മളുടെ ലൈഫിൽ അത് എഫക്റ്റ് ചെയ്യത്തില്ല. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ശ്രമിച്ച് നോക്കൂ. നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതാണ്. ഇവിടെ റീഡിങ്ങിൽ പറയുകയാണ് നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതാണ് വെറുതെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. നിങ്ങളത് വിശ്വസിക്കത്തില്ല. ഇവിടെ 2 രീതിയിലുള്ള ന്യായം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന സമയം കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ള എനർജിയാണ്. ആ ഒരു പവിത്രമായ എനർജിയുടെ നേർക്കെയാണ് ഇവർ ചതി ചെയ്തത്. അതുകൊണ്ട് അവർക്ക് തിരിച്ചടി ഉറപ്പായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഊർജ്ജം എപ്പോഴും നല്ല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ, പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്തു അവർ. ഈ ഒരു ന്യായത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. അതായത് ഇനി നിങ്ങൾ സന്തോഷിക്കാൻ ശ്രമിക്കും, നിങ്ങളുടെ ലൈഫിൽ ചിരിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ദുഃഖിപ്പിച്ചവർ ഇനി കരയാൻ ശ്രമിക്കും അവരുടെ ലൈഫിൽ. ഈ ഒരു സാഹചര്യം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചവർ ദുഃഖിക്കുന്നതാണ്. മുന്നേ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ദൈവം തിരിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അത് നിങ്ങൾക്ക് സന്തോഷവും അവർക്ക് ദുഃഖവും.
ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആകും. അതായത് ആരാണോ നിങ്ങളുടെ നേരെ ചതി ചെയ്തത് ആ വ്യക്തിക്ക് ഒരു ഹെൽപ്പ് ആവശ്യം വരും. ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഹെൽപ്പ് ആവശ്യം വരും. അവർ നിങ്ങളെ സമീപിക്കുന്നതായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതാണ് പറയുന്നത്, ആരെപ്പോൾ നമുക്ക് ഉപകാരപ്പെടുമെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണമെന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു സഹായത്തിന് വേണ്ടി. ഇത് ആ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് നിങ്ങളെ അതായത് എപ്പോഴൊക്കെ സമയം കിട്ടുമോ അപ്പോഴെല്ലാം ദ്രോഹിച്ച ആ വ്യക്തി. ആ വ്യക്തിക്കാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഹെൽപ്പ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇവർ നിങ്ങളുടെ ജോലിയിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. നിങ്ങളെ ഏതൊക്കെ രീതിയിൽ വിഷമിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെയെല്ലാം ഇവർ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ സന്തോഷമാണോ ലൈഫിൽ ഉണ്ടാകേണ്ടിയിരുന്ന ആ ഒരു സന്തോഷത്തിലെല്ലാം എങ്ങനെ തടസ്സം സൃഷ്ടിക്കാം എന്നാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ വ്യക്തി ഒരിക്കലും പിറകിൽ നിന്നുകൊണ്ടല്ല നിങ്ങളോട് വാർ ചെയ്തത്, നേരിട്ട് ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് തന്നെയാണ് വാർ ചെയ്തത്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളെ ഒട്ടും പേടിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണിച്ച് തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുമായിരുന്നു. കാരണം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തിക്കൂടെ വിഷമമാവത്തില്ലേ അതിനു വേണ്ടി. ഇവിടെ എന്തായാലും ഈശ്വരൻ ഇപ്പോൾ നിങ്ങൾക്കൊരു അവസരം തരികയാണ്. ഇങ്ങനെ കർമ്മ റിട്ടേൺ ആയിട്ട് വിഷമിക്കുന്നവർക്ക് സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ ഒരു അവസരം ദൈവം തരികയാണ്. കാരണം അവർ ആഗ്രഹിക്കും നിങ്ങളുടെ ആ ഒരു ഹെൽപ്പ്. പക്ഷെ അത് നിങ്ങളുടെ ആഗ്രഹമാണ്. നിങ്ങളുടെ ആഗ്രഹത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ സഹായിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. കാരണം അത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ദ്രോഹം ചെയ്ത ആളാണിവർ. ഇതാണ് പറയുന്നത്, നമ്മൾ ആരോട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം ചെയ്യാനെന്ന്. സമയം എപ്പോഴും നിങ്ങളുടെ ഭാഗം ആയിരിക്കണമെന്നില്ല, തിരിച്ചും വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരാൾക്ക് നിങ്ങളുടെ ആവശ്യകത വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ സമാധാനം വേണമെങ്കിൽ നിങ്ങളുടെ ഒരു സഹായം വേണം. ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ആ ഒരു മുടിയിൽ പോലും തൊടാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് സേഫ് സെക്യൂറാണ് നിങ്ങൾ. കാരണം ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട്. ഏഞ്ചൽസും യൂണിവേഴ്സും എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ലൈഫ് ടൈം നിങ്ങൾക്ക് സേഫ്റ്റി ലഭിക്കുന്ന ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകുന്ന രീതിയിൽ ഉള്ള ഒരു ചാപ്റ്ററാണ് ഇത്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അത്രമാത്രം സേഫാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തത് പ്രൊഫഷണൽ ലൈഫിലല്ല, പേഴ്സണൽ ലൈഫിലാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഉടനെ തന്നെ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഏത് കാര്യത്തിലാണ് റിക്കവറി ഉണ്ടാവുന്നത് എന്ന് അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും ഒരു മിറാക്കിൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഈ മിറാക്കിൾ ചിലപ്പോൾ നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ മാറി എല്ലാം നേരെയാകുന്നതായിരിക്കാം. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ശരി. പക്ഷേ എന്നാലും നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള നിങ്ങളുടെ സ്വന്തം ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിലും അവർ നിങ്ങളെ മനസ്സിലാക്കുന്നതായിട്ടുള്ള ആ ഒരു ന്യായം, അതായത് നിങ്ങളുടെ വാല്യൂ കൂടുക, നിങ്ങളുടെ മേൽ എന്തൊക്കെ കള്ള ആരോപണങ്ങൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അത് പുറത്തു വരിക. അപ്പോൾ നിങ്ങൾ നിർദോഷരാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു അവസ്ഥ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. നിങ്ങളുടെ കോൺഫ്ലിക്ട്സ് അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള പേടി അവസാനിക്കുന്നതായിട്ട്, നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ നിങ്ങളുടെ വിജയം നേരത്തെ തന്നെ എഴുതപ്പെട്ടതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ന്യായം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ജോബിന് വേണ്ടി എന്താണോ ഒരു കാര്യം അത് നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് സന്തോഷ വാർത്തയാണോ കേൾക്കാൻ സാധിക്കുന്നത് അതിൽ നിങ്ങളുടെ ഹൃദയം ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ഈ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇതെനിക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുകയാണ്. അങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സമയം നിങ്ങളുടെ ഫേവറായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക, മാക്സിമം പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക.
ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും ഇങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങളെ ആരും സഹായിക്കാനില്ല, എല്ലാവരും നിങ്ങളെ ശത്രുക്കളായിട്ടാണ് കാണുന്നത് എന്ന്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ സ്ഥിതികൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും ചിന്തിക്കുന്നത്, വേറെ ആരും ചിന്തിക്കുന്നുണ്ടാവത്തില്ലായിരിക്കാം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട്. അദ്ദേഹം നിങ്ങളെ കൈപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും വിഷമിക്കരുത് നിങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആശീർവാദം നിങ്ങളുടെ മേലുണ്ട്. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.